ഇസ്രായേലുമായുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ പാകിസ്ഥാന് പരോക്ഷ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജാവേദ് ഹൊസൈനി വെള്ളിയാഴ്ച വ്യക്തമാക്കി. പാകിസ്ഥാന്റെ പേര് നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീർ അടുത്തിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രസ്താവന എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഇറാനിൽ എന്തെങ്കിലും ഭരണപരമായ തകർച്ച ഉണ്ടായാൽ അത് പാകിസ്ഥാൻ ഇറാൻ അതിർത്തിയിലെ വിഘടനവാദികൾക്കും ജിഹാദി തീവ്രവാദികൾക്കും ഗുണകരമാകുമെന്നും ഇത് ഇരു രാജ്യങ്ങൾക്കും സുരക്ഷാ ഭീഷണിയാണെന്നും അസീം മുനീർ ട്രംപിനെ അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധത്തിൽ മൂന്നാമതൊരു കക്ഷി പ്രവേശിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു, ഹൊസൈനി ഊന്നി പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ വൈറ്റ് ഹൗസിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയായതായും സമാധാനപരമായ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ഊന്നി പറഞ്ഞതായും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചിരുന്നു. ഇസ്രായേലിന്റെ ഇറാനുമേലുള്ള ആക്രമണത്തെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമായി അപലപിച്ചിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ നിലവിൽ നിരാശയൊന്നുമില്ലെന്നും എന്നാൽ കൂടുതൽ ധാരണയും സഹകരണവും ടെഹ്റാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ജാവേദ് ഹൊസൈനി കൂട്ടിച്ചേർത്തു. ചില പാശ്ചാത്യ ശക്തികൾ പക്ഷപാതം കാണിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും G7 രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച ഇറാൻ നിരുപാധികം കീഴടങ്ങില്ലെന്നും ഹൊസൈനി വ്യക്തമാക്കി. ഞങ്ങൾ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചവരാണ്, പക്ഷേ IAEA ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നു. G7 ഇപ്പോഴും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഉപാധികളില്ലാത്ത കീഴടങ്ങൽ എന്ന് പോസ്റ്റ് ചെയ്തതിനോടുള്ള പ്രതികരണമായി നിരുപാധികമായ കീഴടങ്ങൽ ഇല്ല, അത് ഉറപ്പാണ് എന്ന് ഹൊസൈനി കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയും പാകിസ്ഥാൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഒരു രാജ്യത്തിന്റെ ആണവ നിലയങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും പാകിസ്ഥാൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇസ്രായേൽ ഇറാൻ പ്രതിസന്ധിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെയും മറ്റ് ഇന്ത്യൻ പൗരന്മാരെയും നാട്ടിലെത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ തുടരുമെന്ന് ഇറാൻ എംബസി ആവർത്തിച്ചു. ജൂൺ 18-നാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. പ്രധാനമായും ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇറാനിൽ നിന്ന് റോഡ് മാർഗം അർമേനിയയിലേക്കും അവിടെ നിന്ന് പ്രത്യേക വിമാനങ്ങളിൽ ഡൽഹിയിലേക്കും വിദ്യാർത്ഥികളെ എത്തിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും കാരണം ഇറാനിലെ സാഹചര്യം സാധാരണക്കാർക്ക് അപകടകരമായതിനാലാണ് ഇങ്ങനെയൊരു ഒഴിപ്പിക്കൽ ദൗത്യം ആവശ്യമായി വന്നത്. ഈ ദൗത്യം ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കാരനെ പോലും പിന്നിലാക്കില്ല എന്ന ആഗോള നയത്തിന് ശക്തി പകരുന്ന ഒന്നാണ്.